പത്തരമാറ്റ സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നയനയ്ക്ക് ആദർശം നിർബന്ധിച്ചിട്ട് ഉപ്മാവ് വാരിക്കൊടുക്കുന്നത് കണ്ടിട്ട് കനകയും ഗോവിന്ദനും കൂടി ചിരിക്കുന്നുണ്ട്. ആദർശ് നോക്കുമ്പോൾ ഇല്ല, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ്. തുടർന്ന് ആദർശാണെങ്കിൽ പറയുന്നുണ്ട് അവർ വെറുതെ തെറ്റിദ്ധരിച്ചോ എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ നയന ചിരിക്കാണ് കേട്ടോ. തുടർന്ന് അങ്ങോട്ടേക്ക് കൃഷ്ണമൂർത്തി വരികയാണ്. കൃഷ്ണമൂർത്തി നയനെ കണ്ടിട്ട് മോള് ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. കോൺട്രാക്ട് വിഷയത്തെക്കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നതെന്ന് പറയുമ്പോൾ കോൺട്രാക്ട് വിഷയത്തെക്കുറിച്ച് എന്ത് സംസാരിക്കാനാണ്, കോൺട്രാക്ട് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പോൾ വേണ്ട സർ, ഞങ്ങൾക്കത് വേണ്ട. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കൃഷ്ണമൂർത്തി ചോദിക്കുമ്പോൾ ആദർശം അതേ സമയം തന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നീ എന്താ ആളെ കളിയാക്കുകയാണോ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, നിങ്ങൾ കോൺട്രാക്ട് തരാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കോൺട്രാക്ട് തരും, തരണ്ട എന്ന് പറയുന്ന സമയത്ത് കോൺട്രാക്ട് വേണ്ട എന്ന് വെക്കും. ഇങ്ങനൊരു കോൺട്രാക്ട് ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ആദർശ് ചോദിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. തുടർന്ന് കൃഷ്ണമൂർത്തി പറയുന്നുണ്ട്, നയനമോളെ ഈ കോൺട്രാക്ട് വളരെ പെട്ടെന്ന് തന്നെ വേണ്ടതാണ്, അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ നിങ്ങൾ ജോലിയെല്ലാം ആരംഭിക്കണം. അങ്ങനെയാണെങ്കിൽ സർ ഒരു കാര്യം ചെയ്യണം, ഈ കോൺട്രാക്റ്റിന് ഇടയിൽ ആര് വന്നു കഴിഞ്ഞാലും ഈ കോൺട്രാക്ട് ക്യാൻസൽ ആക്കില്ല എന്നുള്ള ഒരു എഗ്രിമെന്റ് നിങ്ങൾ എനിക്ക് തരണം. അങ്ങനെയാണെങ്കിൽ ജോലി ഉടനെ തന്നെ തുടങ്ങാം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ, എനിക്ക് എന്തായാലും ജോലി ചെയ്തിട്ട് ഉടനെ തന്നെ കിട്ടണം, അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണെന്ന് കൃഷ്ണമൂർത്തി പറയാണ് കേട്ടോ. അങ്ങനെ കൃഷ്ണമൂർത്തി എഗ്രിമെന്റിനകത്ത് എഴുതി സൈൻ ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇത് വായിച്ചു നോക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് ഇതൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് തന്നിട്ടും നിങ്ങളുടെ മനസ്സ് മാറിയാലോ, അതിന് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ട മോളെ എന്ന് ചോദിക്കുമ്പോൾ ഒരു സാക്ഷി വേണമെന്ന് പറയണേ. സാക്ഷിയോ? ഇപ്പം ഞാൻ എവിടെ പോയിട്ട് സാക്ഷിയെ കൊണ്ടുവരാനാണ്? നിങ്ങളൊന്നും ചെയ്യേണ്ട, ആദർശിനെ കാണിച്ചിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്താൽ മതി എന്ന് പറയണേ. ഞാനോ? നീ എന്താ വെളച്ചിലെടുക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്താണ് നമ്മുടെ നയന മൊബൈൽ എടുക്കുന്നത്. ഈ ഫോണിലുണ്ടല്ലോ എന്ന് പറയുമ്പോഴേക്കും സാക്ഷിയുടെ ഒപ്പിടാൻ വേണ്ടിയിട്ടല്ലേ, അത് ഞാൻ ഇട്ടോളാം എന്ന് പറയണേ. ഓ ഇട് എന്ന് പറയുന്നുണ്ട് നയന. അങ്ങനെ സൈൻ ചെയ്യാണ് കേട്ടോ ആദർശ്. സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദർശ് നയനയുടെ അടുത്ത് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സൈൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ ഉപ്മാവ് തിന്നില്ല എന്ന് പറയണേ. വേണ്ട, കഴിക്കേണ്ട, നിങ്ങൾ സൈൻ ചെയ്തോ. അങ്ങനെ ആദർശ് സൈൻ ചെയ്യാണ്. സൈൻ ചെയ്ത പേപ്പർ കൃഷ്ണമൂർത്തി തന്നെ നയനയുടെ കയ്യിൽ കൊടുക്കുകയും എല്ലാവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. ഉടനെ തന്നെ വർക്ക് ആരംഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അതിൻ്റെ പുറകെ തന്നെ കനകയും ഗോവിന്ദനും കൂടി അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് എഴുന്നേൽക്കുന്ന ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങോട്ടാണ് എണീറ്റിട്ട് പോകുന്നത്? ഉപ്മാവ് കഴിക്കുക എന്ന് പറയുമ്പോൾ പക്ഷേയായിട്ട് സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്മാവ് കഴിക്കേണ്ടെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? നീ പറഞ്ഞത് മാറ്റി പറയരുത്, അത് തെറ്റാണ്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ പുറകെ തന്നെ ഉപ്മാവായിട്ട് നയന ചെല്ലുന്നുണ്ട് കേട്ടോ. ഉപ്മാവ് കഴിച്ചിട്ട് പോ, വെറുതെ ഫുഡ് വേസ്റ്റ് ആക്കരുത് എന്ന് പറഞ്ഞിട്ട് പോവാണ്. ആദർശാണെങ്കിൽ പുറകിലേക്ക് നോക്കാണ്ടാണ് കേട്ടോ ഇങ്ങനെ ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി മുറ്റത്തെത്തുന്ന സമയത്താണ് കളിമണ്ണ് അവിടെ കുഴച്ചിട്ടിരിക്കുന്ന അവിടെ പോയിട്ട് ആദ്യം ചവിട്ടാണ് കേട്ടോ. ഇത് കണ്ടിട്ട് നയന ചിരിക്കുമ്പോൾ നീ ചിരിക്കരുത് എന്ന് പറയുന്നുണ്ട്. നിങ്ങളടുത്ത് ഞാൻ നിൽക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ, അത് കേൾക്കാണ്ടല്ലേ പുറകിലേക്ക് പോയത്? നീ ഉപ്മാവ് കഴിക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ പുറകിലേക്ക് പോയത്? അപ്പോഴേക്കും കനകയും ഗോവിന്ദനും കൂടി എന്താന്ന് ചോദിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരികയാണ് കേട്ടോ. അയ്യോ, അറിയാതെ ആ ചെളിയിൽ ചവിട്ടി പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ കനക. അമ്മ അങ്ങനെയൊന്നുമല്ല, ആദർശേട്ടൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മണ്ണെന്ന് പറയുന്നത് പഞ്ചഭൂതത്തിൽ ഒന്നാണ്, അത് മെതിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ജോലി ചെയ്യാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടല്ലേ ആദർശേട്ടൻ ചവിട്ടിയത്, അതങ്ങ് മെയ്യേ. എന്താ നോക്കി നിൽക്കുന്ന ആദർശേട്ട, മെതിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടൻ മുത്തശ്ശൻ്റെ അടുത്ത് സമ്മതം മേടിക്കാൻ വേണ്ടി നോക്കി നിൽക്കാനെന്ന് തോന്നുന്നു. അമ്മ പോയിട്ട് ആ ഫോൺ എടുത്തിട്ട് വാ, ആദർശേട്ടന് പെർമിഷൻ മേടിക്കാനെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ ചെയ്യാം, ഫോണിന്റെ ആവശ്യമൊന്നുമില്ല, മണ്ണല്ലേ, ഞാൻ മെതിച്ചോളാം. അങ്ങനെ മെതിക്കാൻ വേണ്ടിയിട്ട് പാൻസ് ഒക്കെ കുറച്ച് കയറ്റിയിട്ട് ആദർശ് കാലെടുത്തിട്ട് ആ കളിമണ്ണിൽ വെക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നയന ടോപ്പ് ചിരിയാണ്. പക്ഷെ കനകയാണെങ്കിൽ നയനയെ ദേഷ്യത്തോട് കൂടിയിട്ട് പറയുന്നുണ്ട്, നീ ചിരിക്കാതിരിക്കെ, ചെന്നിട്ട് ആദർശിന്റെ കൈ പിടിക്കുക, അല്ലെങ്കിൽ അവൻ വീഴും എന്നുള്ള കാര്യം. അങ്ങനെ കൂടിയിട്ട് മെതിക്കാൻ വേണ്ടി ആദർശിന്റെ കൂടെ കയറി ചെല്ലുകയാണ്. അങ്ങനെ നയന മണ്ണിൽ അവിടേക്ക് കയറുമ്പോൾ തന്നെ വീഴാൻ വേണ്ടി പോകുമ്പോൾ ആദർശ് പിടിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് രണ്ടുപേരും കൂടി ിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നല്ല റൊമാൻറ്റിക് സീൻസ് ഒക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ട് കണ്ടു നിൽക്കാനാവാതെ കനകയും അതുപോലെ ഗോവിന്ദനും കൂടി ഉള്ളിലേക്ക് പോവാണ്. തുടർന്ന് രണ്ടുപേരും കൂടി നല്ല സന്തോഷത്തോട് കൂടിയിട്ടാണ് മെതിക്കുന്നത്.
പക്ഷേ ഇതിന്റെ ഇടയ്ക്ക് ഒരാള് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ദൃശ്യവും കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും തമ്മിലുള്ള റൊമാൻറ്റിക് സീൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അഭിയാണ് കാണിക്കുന്നത്. അഭി എന്താണോ ആഗ്രഹിച്ചത് ആ വീഡിയോ അവന് കറക്റ്റായിട്ട് കിട്ടുകയാണ് കേട്ടോ. ആദർശും നയനയും കൂടി ചേർന്നിട്ട് ഒരുമിച്ച് മണ്ണ് വെതിക്കുന്ന ആ വീഡിയോ ആണ് കിട്ടുന്നത്. ഇത് കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അഭി. അഭിയുടെ സന്തോഷം കണ്ടിട്ട് അങ്ങോട്ടേക്ക് ജലജ വരുന്നുണ്ട്. എന്നിട്ട് എന്താടാ ഇത്ര സന്തോഷം ചോദിക്കുമ്പോൾ അമ്മ എനിക്കൊരു ലോട്ടറി തന്നെ അടിച്ചു, ഇത് നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കാണ് കേട്ടോ. മഹാറാണിയോടൊപ്പം മണ്ണുവേല ചെയ്യുന്നു ആദർശ്. ഈ ആദർശിനെ ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ വെച്ചിട്ട് നയനയെ എപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നതും അവന്റെ നടപ്പുമെല്ലാം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവൻ ആളാകെ മാറും. അവന്റെ ബിഹേവിയർ ഒരിക്കലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അവന്റെ രണ്ടുപേരുടെയും മനസ്സിൽ എന്താന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതെന്തേലും ആവട്ടെ അമ്മേ, അതൊക്കെ നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത്, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അത് മാക്സിമം ചെയ്യണം. ഇപ്പൊ ദേവേനിയുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടാ വരുന്നത്. അവള് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം മാറുമെന്ന് ഞാൻ പറഞ്ഞപ്പോ അവൻ ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല, എന്റെ മോനാണെന്നൊക്കെ അവൾ വലിയ കാര്യത്തിൽ എൻ്റെ അടുത്ത് വമ്പിളക്കിയതാണ്. ഇപ്പോ ഇത് കാണിച്ചിട്ട് അവളുടെ അടുത്ത് ചോദിക്കണം, നേരത്തെ ഏട്ടത്തി പറഞ്ഞതുപോലെയല്ലല്ലോ നടന്നത്, ഇപ്പൊ കണ്ടില്ലേ, ഇതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ അവൾ വായടച്ച് നിൽക്കുന്നത് എനിക്ക് കാണണം. എന്തായാലും നീ ഇത് മീഡിയയിൽ അയച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ വീഡിയോ വൈറലാക്കാൻ വേണ്ടി നോക്ക്. ഇത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സൂപ്പർ സുനാമി ഉണ്ടാക്കുന്നത് നീ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവാണ് കേട്ടോ. തുടർന്ന് ദേവയാനി ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ അരികിൽ വന്നിട്ട് ഇങ്ങനെ മുഖത്തേക്ക് നോക്കിക്കാണ് കേട്ടോ. ഫോൺ വെച്ചതിന് ശേഷം ദേവയാനി പറയുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും എൻ്റെ മുഖത്ത് വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്, ഞാനൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നത് നീ കേട്ടതല്ലേ, ആ സമയത്ത് എൻ്റെ മുഖത്ത് വന്ന് നോക്കി നിൽക്കേണ്ട കാര്യം എന്തായിരുന്നു, നിനക്കെന്താ ബേസിക് മാനേഴ്സ് പോലും അറിയില്ലേ. ഇത് കേൾക്കുമ്പോൾ ജലജ ചിരിക്കാണ് കേട്ടോ. നീ ചിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഇപ്പൊ പറഞ്ഞ ജലജ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല ഏട്ടത്തി ഇപ്പോൾ ഈ കാര്യത്തിന് ഇത്രയും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ആ വിഷയം കണ്ടു കഴിഞ്ഞാൽ ഏട്ടത്തി എന്തോരം ദേഷ്യപ്പെടും. നീ എന്താ വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിഷയം മാറ്റാൻ വേണ്ടി ശ്രമിച്ചതൊന്നുമല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. ഓക്കെ നീ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറയുന്ന ദേവയാനി പറയുമ്പോൾ അത് അറിയുമ്പോൾ ഏട്ടത്തിയുടെ മനസ്സ് എന്തോരം വേദനിക്കുമെന്ന് ഓർക്കുമ്പോൾ പറയാതിരിക്കാനും വേണ്ടി പറ്റത്തില്ലല്ലോ. ഇപ്പോ ആദർശ് മണ്ണ് മെതിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ നിനക്കെന്താ വട്ടാണോ, അവൻ എന്തിനാണ് മണ്ണ് മെതിക്കുന്നത്? ഞാനും ഏട്ടത്തി പറഞ്ഞതുപോലെ തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം പോലെ തോന്നി. തുടർന്ന് ജലജ ആ വീഡിയോ ദേവയാനിക്ക് കാണിച്ചു കൊടുക്കാണ് കേട്ടോ. എന്താ ജലജ ഇതെന്ന് നെട്ടലോട് കൂടിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ. ഏട്ടത്തി ഞാൻ പറഞ്ഞില്ലേ, ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ മാറുമെന്ന്. അവൻ മാറുന്നതല്ല, അവരെല്ലാവരും കൂടി കൂടിയിട്ട് അവനെ മാറ്റുന്നതാണ്. ആ കനകയില്ലേ ഏട്ടത്തി, അവള് സാധാരണ ആളല്ല. അവളെ ഈ കാര്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ അവൾ എന്ത് തരത്തിൽപ്പെട്ട ആളാണെന്ന്. ഇത്രയും വലിയ ആദർശ് മോനെ മണ്ണ് മെതിക്കാൻ വേണ്ടിയിട്ട് അവള് ആക്കിയിട്ടത് കണ്ടില്ലേ, അപ്പൊ നമ്മളെയൊക്കെ അവള് എന്ത് രീതിയിലാണ് കണ്ടിരിക്കുന്നത്. തുടർന്ന് നയനയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജോലികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കനക തന്നെ മേലൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ പോകാൻ വേണ്ടി പറയുകയാണേ. കുറച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആരും ദേഷ്യപ്പെടില്ലല്ലോ എന്ന് പറയുമ്പോൾ നേരത്തെ എത്തേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് 2 ജോലിയും കൂടി ബാക്കിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം, ഇപ്പോൾ നന്ദു പോയിട്ട് ഓട്ടോ വിളിച്ചിട്ട് വരും, മോള് പെട്ടെന്ന് പോകാൻ നോക്കുമെന്ന് പറയുകയാണേ. അപ്പോഴേക്കും നന്ദു ഓട്ടോ വിളിച്ചിട്ട് അങ്ങോട്ട് വരികയാണ്. ദാ അമ്മയച്ച ഓട്ടോ വന്നിട്ടുണ്ട്, ചേച്ചി പെട്ടെന്ന് തന്നെ പോകാൻ നോക്കുമെന്ന് പറയുമ്പോൾ എന്താ നന്ദു ഇത്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് ഭയപ്പെട്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ചേച്ചി വേഗം പോകാൻ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ നയനെ അവിടെ നിന്ന് തള്ളി പറഞ്ഞു വിടുകയാണ് കേട്ടോ. തുടർന്ന് ദേവയാനിയാണെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം നേരെ ആദർശിനെ വിളിക്കുകയാണ്. നീ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട്. അമ്മേ ഞാനൊരു അർജന്റ് മീറ്റിങ്ങിന് വേണ്ടി പോവാണെന്ന് പറയുമ്പോൾ നീ ഒരു മീറ്റിങ്ങിന് പോകണ്ട, എത്രയും വേഗം തന്നെ വീട്ടിലെത്തണമെന്ന് പറഞ്ഞിട്ട് ആദർശിനെ വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് ചെയ്തിട്ട് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. തുടർന്ന് എല്ലാവരും ഈ വിഷയം അറിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നയന അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ തന്നെ നിക്ക എന്ന് പറഞ്ഞിട്ട് ദേവയാനി നിർത്തുമ്പോൾ ഇന്നെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ എൻ്റെ മോൻ ആദർശ് ആരെന്നാ വിചാരിച്ചിരിക്കുന്നത്? ആദർശ് ഈ കുടുംബത്തിലെ മൂത്ത പേരക്കുട്ടിയാണ്, ഇവിടുത്തെ കമ്പനിയിലെ MD ആണ്. ഇതെല്ലാം നിനക്ക് അറിയോ ഇല്ലയോ? എന്തിനാ എൻ്റെ മോനെ ഇങ്ങനത്തെ ഒരു വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട് നീ വെച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് അറിയില്ല അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കൊണ്ടുപോയിട്ട് നയനയെ കാണിക്കുകയാണ് കേട്ടോ.
ഇത് കണ്ട് ഷോക്കായി നിൽക്കുന്ന നയനയെ കാണിച്ചുകൊണ്ടാണ് മറ്റൊരു എപ്പിസോഡ് അവസാനിക്കുന്നത്.